ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 12. ബാലുവിൻ്റെ ബുള്ളറ്റ് സെൻറ് അലോഷ്യസ് കോളേജ് പാർക്കിങ്ങിൽ ചെന്ന് നിന്നതും അവരെ അവിടെ കാത്തു നിന്നതുപോലെ ജോബിനും നിർമ്മലും ചുറ്റും കൂടിയിരുന്നു. ഹായ് ഗൈസ്. അവരെ കണ്ടതും ഭാസ്കരൻ വൻ്റെ വലങ്കൈ പൊക്കിക്കാട്ടി. എന്നിട്ട് വൈശാഖി ഇറങ്ങിയതിന് ശേഷം അയാളും വണ്ടി ഓഫ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇറങ്ങി. എന്താണിന്ന് താമസിച്ചേ? ക്ലാസ്സിലേക്ക് നടക്കുന്നതിനിടയിൽ ജോബിൻ ചോദിച്ചു. എന്ത് പറയാനാ എൻ്റെ ജോബി, നിങ്ങളുടെ മഹാദേവൻ സാറിനോട് സംസാരിച്ചു എന്ന് സമയം പോയതറിഞ്ഞില്ല. ഒരു പ്രത്യേക താളത്തിൽ ഭാസ്കരൻ കൈകൊണ്ട് ആംഗ്യം കാട്ടി പറഞ്ഞതും കൂടെയുണ്ടായിരുന്ന 3 പേരും പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. എൻ്റെ ബാലു, സ്വന്തം മോനെ തന്നെ ഇങ്ങനെ ട്രോളാതെ. നിർമ്മൽ ചിരിയോടെ പറഞ്ഞു. പിന്നെ ട്രോളാതെ? ഇന്ന് രാവിലെ അവൻ ഞങ്ങളോട് പറഞ്ഞത് കേട്ടാൽ ട്രോള് വല്ല വേണ്ടേ, അവനിട്ട് ഒരെണ്ണം കൊടുക്കുക വേണ്ടത്. കയ്യിലിരുന്ന ബുക്ക് പലവട്ടം കറക്കി അഭ്യാസം കാണിച്ചുകൊണ്ടായിരുന്നു ഭാസ്കരൻ്റെ നടപ്പ് പോലും. ഇന്നെന്താടി നടന്നേ? നിർമ്മലൊടുവിൽ വൈശാഖിയോട് ചോദിച്ചു. കാർ പൂളിംഗ് നടത്താൻ പറഞ്ഞു. പെണ്ണ് വിഷമത്തോടെ മുഖം ചൊളിച്ചു. അതെന്തോന്ന് പൂളിങ്ങാ? കാര്യം മനസ്സിലാകാതെ നിർമ്മൽ കണ്ണു മിഴിച്ചു. കൂട്ടത്തിൽ ബാലുവിനും ജോബുവിനും ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. കാർ പൂളിങ്, ഒരേ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി എല്ലാവരും കൂടി ഒരു വാഹനത്തിൽ യാത്ര ചെയ്യണം, അതാണ് ആ സംഭവം. അവൾ വിവരിച്ചു കൊടുത്തു. സാറ് നിങ്ങളോടും കൂടി അങ്ങനോട് കാറ് വരാൻ പറഞ്ഞോ? ഒരു ഞെട്ടലോടെ ജോബിൻ തിരക്കി. ഓ, അത് തന്നെ സംഭവം. ബാലു അപ്പോൾ തന്നെ അവിടെ ഒന്ന് മുങ്ങി, കൂട്ടത്തിൽ എന്നെ ഇങ്ങ് കൂട്ടി. അവൾ ചിരിച്ചു. അല്ലാതെ പിന്നെ നമ്മൾ കോളേജിൽ വരുന്നത് എന്തിനാ? മാക്സിമം എൻജോയ് ചെയ്യാൻ. എൻ്റെ മോൻ്റെ കൂടെ എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നാൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. സംസാരിച്ച് അവരപ്പോഴേക്കും സ്വന്തം ക്ലാസ്സിൻ്റെ മുൻപിലേക്ക് എത്തിയിരുന്നു. ഇന്നത്തെ ഫസ്റ്റ് അവർ മഹാദേവൻ സാറിൻ്റെയാ. ചോദ്യം ചോദിക്കാന്നാ പറഞ്ഞേ. ബെഞ്ചിലേക്ക് ഇരിക്കുന്നതിനിടയിൽ ജോബിൻ പറയുന്നത് മറുവശത്തിരിക്കുന്ന വൈശാഖി നല്ല വ്യക്തമായിട്ട് കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ധൃതിയിൽ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ പഠിപ്പിച്ച ടോപ്പിക്ക് നല്ലതുപോലെ പഠിക്കുവാനായി തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞതും കോളേജ് ബെല്ലടിച്ചു. അതിനുശേഷം ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞില്ല, മഹാദേവൻ ക്ലാസ്സിനകത്തേക്ക് കയറി വന്നിരുന്നു. കയ്യിലിരുന്ന ടെക്സ്റ്റ് ബുക്ക് ടീച്ചേഴ്സ് ടേബിളിന് മുകളിലേക്ക് വെച്ചിട്ട് അവൻ അറ്റൻഡൻസ് രജിസ്റ്റർ തുറന്നു പിടിച്ചു. എന്നിട്ട് ഓരോരുത്തരുടെയും പേര് വിളിക്കുവാനായി തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ പ്രസൻറ്റും ആബ്സെൻറ്റും ഇടുവാനും. അറ്റൻഡൻസ് രജിസ്റ്റർ തിരികെ മേശയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു നിമിഷം ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരെയും ദേവനൊന്ന് ഒഴിഞ്ഞു നോക്കി. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചു തന്ന എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? അവൻ്റെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. ഉവ്വു സാർ. ആ ക്ലാസ്സിലെ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന പഠിപ്പിസ്റ്റുകളായ സ്വാതിയാനുവും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താ, ബാക്കിയുള്ളവർ ആരും പഠിച്ചില്ലേ? പിന്നിലുള്ള ബെഞ്ചിൽ നിന്നും അധികം ഒച്ച കേൾക്കുന്നില്ല എന്ന് മനസ്സിലായതും മഹാദേവൻ ഒരു വട്ടം കൂടി എടുത്തു ചോദിച്ചു. യെസ് സാർ. അവൻ വീണ്ടും എടുത്തു ചോദിച്ചത് കൊണ്ടോ അവനോടുള്ള ഭയം കൊണ്ടോ ആവാം ഇത്തവണ ക്ലാസ് മുഴുവനായും കോറസ് പൊങ്ങി. ആ. എല്ലാവരെയും നോക്കി ഗൗരവത്തോടെ ഒന്ന് അമർത്തി മൂളിയിട്ട് അവൻ ടേബിളിന് മുകളിലായി വെച്ച ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലേക്ക് എടുത്തു. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങുക എന്ന് ചിന്തിച്ച് ആദ്യം പിടിച്ചിരിക്കുന്ന സ്റ്റുഡൻസിനെ ഒന്ന് നോക്കിയിട്ട് അവൻ അപ്പോൾ തന്നെ പുസ്തകം തുറന്നു. എന്നിട്ട് അടുത്ത ടോപ്പിക്ക് എടുക്കാനായി തുടങ്ങി. അപ്രതീക്ഷിതമായ അവൻ്റെ ആ നീക്കം കുട്ടികളിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കുവാൻ പോകുന്നതായിരുന്നു. ഓരോ പോയിൻറ്റും ബോർഡിൽ എഴുതി കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദമായി പറഞ്ഞുകൊണ്ടായിരുന്നു അവൻ ക്ലാസ്സിലെടുത്തത്. ക്ലാസ്സിലുള്ള ഭൂരിഭാഗം കുട്ടികളും അവൻ്റെ ക്ലാസ്സിലായതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അക്കാര്യത്തിൽ ബാലു പോലും സ്വന്തം മകൻ്റെ ഫാനായെങ്കിലും അയാൾ അത് പുറത്തേക്ക് കാട്ടിയില്ല എന്നത് മറ്റൊരു സത്യം. വളരെ കുറച്ച് നേരം കൊണ്ട് തന്നെ അവൻ ആ ടോപ്പിക്ക് എടുത്തു തീർത്തു. എന്തേലും സംശയമുണ്ടോ? ടീച്ചേഴ്സ് ടേബിളിലേക്ക് ചാരി നിന്നുകൊണ്ട് അവൻ ആ ക്ലാസ്സിലെ മൊത്തത്തിൽ കണ്ണുകളാൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരും നിശബ്ദരായിരുന്നു. ബുക്ക് തുറന്ന് ഞാനിപ്പോൾ പഠിപ്പിച്ചത് ഒരു വട്ടം വായിച്ചു നോക്കിക്കേ, എന്നിട്ട് സംശയം വല്ലതും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്ക്. മഹാദേവൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം ക്ലാസ്സിൽ മുഴങ്ങിയതും എല്ലാവരും അനുസരണയുള്ള കുട്ടികളെ പോലെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു. എന്നിട്ട് അവൻ പഠിപ്പിച്ച ഭാഗങ്ങൾ വായിക്കുവാനായി തുടങ്ങി. സർ, എനിക്കൊരു സംശയമുണ്ട്.
പഠിപ്പിയായ സ്വാതി അപ്പോഴേക്കും കൈപൊക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു. അവളുടെ അഹങ്കാരത്തോടെയുള്ള എഴുന്നേൽക്കലും മഹാദേവനെ കാണുമ്പോഴുള്ള പ്രത്യേകതര ഒരു ഇളക്കവും ഒക്കെ ശ്രദ്ധിച്ച ബാലു അവളെ കണ്ട അന്ന് തൊട്ടേ ബ്ലോക്ക് ലിസ്റ്റിൽ വെച്ചിരുന്നു. 12ാം ക്ലാസ്സിലെ സ്കൂൾ ടോപ്പർ ആണെന്നുള്ള അഹങ്കാരം ആ പെണ്ണിന് ആവോളം ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. എന്താണ് സ്വാതി? ഫസ്റ്റ് ബെഞ്ചിൻ്റെ മുന്നിലേക്ക് മഹാദേവൻ ചെന്ന് നിന്നു. സ്വാതി ഡെസ്കിന് മുകളിലൂടെ മുന്നോട്ടേക്ക് ആഞ്ഞു നിൽക്കുന്നതും കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ടുകൊണ്ട് എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കുന്നതും ഭാസ്കരൻ കണ്ടു. ഇനി അവിടെ പൊറോട്ട് നോക്കാൻ കാണണം. അറിഞ്ഞില്ല എന്ന രീതിയിൽ മകൻ്റെ തോളിൽ സ്വന്തം ശരീരം കൊണ്ട് തട്ടിയ സ്വാതിയെ കണ്ടതും ബാലു പല്ല് ഞെരിച്ചുപോയി. ലക്ഷ്മിയമ്മ നിലവിളക്ക് എടുക്കേണ്ടി വരുമോ? ജോബിൻ രഹസ്യം പോലെ ഭാസ്കരൻ്റെ ചെവിയിൽ ചോദിച്ചു. എൻ്റെ അടിച്ചതിനകത്ത് ഞാൻ കയറ്റില്ല ഈ സാധനത്തെ. ഭാസ്കരനിൽ എന്തുകൊണ്ടോ ആ പെണ്ണിനോടുള്ള വെറുപ്പുണ്ടായി. എന്താണ് അവിടെ? സ്വാതിയുടെ ഡൗട്ട്സ് തീർത്ത് കൊടുത്ത് മുന്നോട്ടേക്ക് നോക്കിയ മഹാദേവൻ കാണുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബാലുവിനെയും ജോബിനെയാണ്. അവനിൽ അത് കണ്ടതും ദേഷ്യം നിറച്ചു. ഒന്നുമില്ല സാർ, ജോബിൻ പേടിയോടെ പറഞ്ഞു. ബോത്ത് ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. അപ്പോഴേക്കും രണ്ടിനെയും ദേവൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരുന്നു. ഞാനിപ്പോൾ എടുത്ത ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്. അവൻ ഗൗരവത്തോടെ അവർക്കരികിലേക്ക് നടന്നു ചെന്നു. രണ്ടും ഒന്നും മിണ്ടിയില്ല. എഴുന്നേറ്റ് നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഡൗട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം മനസ്സിലാതുപോയതായിരുന്നല്ലോ രണ്ടിൻ്റെ ഇരിപ്പ്. എന്തേ ഇപ്പോൾ ഒന്നും പറയാനില്ലേ? പുസ്തകം നോക്കി വായിക്കാൻ പറഞ്ഞപ്പോൾ രണ്ടിനും അഹങ്കാരം. അവരുടെ ഡെസ്കിന് മുകളിൽ അടിച്ചുകൊണ്ട് മഹാദേവൻ ശബ്ദമുയർത്തി. അതെങ്ങനെയാ രാവിലെ തന്നെ ഇങ്ങോട്ട് ഒരുങ്ങിക്കെട്ടി വരുന്നത്? പഠിക്കാനൊന്നും അല്ലല്ലോ, വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയല്ലേ? ദേവൻ രണ്ടുപേരെയും ദഹിപ്പിക്കുന്ന രീതിയിലൊരു നോട്ടം നോക്കി. ജോബിൻ പേടിയോടെ തലകുനിച്ചു കളഞ്ഞു. പക്ഷേ അതൊന്നും തന്നെ ഒട്ടുമേ ഏശില്ല എന്ന രീതിയിലായിരുന്നു ബാലുവിൻ്റെ നിൽപ്പ്. ഇങ്ങനാണേൽ പഠിക്കാനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കഷ്ടപ്പെട്ട് വരണമെന്നില്ല, വീട്ടിലിരുന്നാൽ മതി രണ്ടും. ചെക്കൻ അവർക്ക് നേരെ രണ്ട് ചാട്ടം ചാടിയതും തൊട്ടെതിരായി കിടന്ന ബെഞ്ചിൻ്റെ അറ്റത്തിരുന്ന വൈശാഖി പേടിച്ച് ഞെട്ടിപ്പോയിരുന്നു. അവൾ ഉടൻ തന്നെ വെപ്രാളത്തോടെ ബുക്കിലേക്ക് തന്നെ മുഖം പൊഴുത്തി കളഞ്ഞു. ജോബിൻ പറയ. ദേവൻ അവന് നേരെ ഗർജിച്ചു. പഠിപ്പിച്ച ടോപ്പിക്ക് മുഴുവൻ മനസ്സിലായെങ്കിലും ദേവൻ്റെ രണ്ട് ചാട്ടത്തിൽ അവൻ പകുതിയും മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ചെക്കൻ മുക്കിയും മൂളിയുമാണ് പറഞ്ഞു തുടങ്ങിയത് തന്നെ. ഇനഫ്. മഹാദേവൻ വലങ്കൈ ഉയർത്തി അവനെ അപ്പോൾ തന്നെ പറഞ്ഞു. ഞാൻ പറയാം. പൊടുന്നനെയാണ് ഭാസ്കരൻ തൻ്റെ മകൻ്റെ മുഖത്തേക്ക് കൂസലില്ലാതെ നോക്കിയത്. എങ്കിൽ പറയേ. അവനും അതേ ദേഷ്യത്തിൽ തന്നെ അയാളെ ഉറ്റുനോക്കി. ഇത്തിരി മുൻപ് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ മുഴുവനും ഒരു പോയിന്റ് പോലും വിടാതെ അനായാസം പറയുന്ന ഭാസ്കരനെ ഒട്ടൊരു അമ്പരപ്പോടെയാണ് മഹാദേവൻ നോക്കി നിന്ന് പോയത്. അവൻ മാത്രമല്ല, ആ ക്ലാസ്സിലുള്ള എല്ലാവരും ബാലുവിനെ ഒരു അത്ഭുത ജീവിയെപ്പോലെ നോക്കി നിന്നു. ജീനിയസ്, ഒരു ഹീറോ പരിവേഷം അയാളിൽ പൊടുന്നനെ ഉണ്ടായി. പക്ഷേ അവരിൽ ഒരാൾക്ക് മാത്രം ബാലുവിനോട് അസൂയയായിരുന്നു. കിളവന് നാണമില്ല. സ്വാതി മനസ്സിൽ മുറുമുറുത്തുകൊണ്ട് തല വെട്ടിച്ചു. എന്ത്? ആ ഭാസ്കരൻ മഹാദേവൻ സാറിൻ്റെ അച്ഛനാണെന്നോ? കേട്ട വാർത്തയിൽ സ്വാതി വായി പൊളിച്ചിരുന്നു പോയി. അതേടി, കോളേജിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് മാത്രം അറിയാത്തെ. അനു കൂട്ടുകാരിയോട് രഹസ്യം പോലെ പറഞ്ഞു. ഇങ്ങനൊരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങേരെ കൂടെ സോപ്പിടേണ്ടി വരുമോ? അവൾക്ക് ദേഷ്യം വന്നു. നീ എന്താ സ്വാതി പിറുപിറുക്കുന്നേ? നിനക്കിത് എന്തു പറ്റി? കൂട്ടുകാരുടെ മുഖഭാവം പൊടുന്നനെ മാറിയതും അനു നെറ്റി ചൊളിച്ചു. ഒന്നുമില്ലടി, അദ്ദേഹം ഒരു ജീനിയസ് ആണെന്ന് പറയായിരുന്നു. സ്വാതി അവളെ നോക്കി ചിരിച്ചു. പക്ഷേ അവളുടെ ഉള്ളിൽ ബാലുവിനോടുള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങുകയായിരുന്നു. ഇത്രയും നാളത്തെ സ്കൂൾ ജീവിതത്തിൽ താൻ മാത്രമായിരുന്നു സ്കൂൾ ഫസ്റ്റ്. ഇന്ന് ബാലു ക്ലാസ്സിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അയാളൊരു ജീനിയസ് തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക് തന്നെയാണ് മഹാദേവൻ സാർ ഇന്ന് ക്ലാസ്സിലെടുത്തത്. തനിക്ക് പോലും അതിൽ സംശയം തോന്നിയിരുന്നു. ഒരുപക്ഷെ തന്നോടാണ് ആ ടോപ്പിക്ക് സമ്മറൈസ് ചെയ്യുവാൻ പറഞ്ഞിരുന്നെങ്കിൽ തനിക്ക് പോലും ഇത്രയും അനായാസമായി പറയുവാൻ സാധിക്കുകയില്ലായിരുന്നു. അത്രയും സ്പഷ്ടമായിട്ടാണ് ഓരോ പോയിന്റുകളും ഓർത്തു വെച്ചുകൊണ്ട് അയാൾ അത് വിശദീകരിച്ചത് പോലും. അവൾ അമർഷത്തോടെ താളിയൊന്ന് കുടഞ്ഞു. ഇയാൾ എനിക്കൊരു എതിരാളിയാവുമോ? സ്വാതിയുടെ മനസ്സിൽ വല്ലാത്തൊരു പേടിയും വെപ്രാളവും നിറഞ്ഞു.
അതോടൊപ്പം തന്നെ മഹാദേവനോടുള്ളൊരു ആകർഷണം, ഭാസ്കരൻ അറിഞ്ഞാലുള്ള ഭയവും അവളിൽ ആവോളം ഉണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. തനിക്ക് മുൻപിൽ നിൽക്കുന്നവർ തന്നെക്കാട്ടിൽ ഉയർന്നു പൊങ്ങിയാൽ സഹിക്കാൻ പറ്റാത്തത്ര ഒരു പ്രകൃതത്തിനുടമയായിരുന്നു സ്വാതി. ഡി സാറ് വന്നു. അടുത്ത പീരീഡ് ക്ലാസ് എടുക്കുവാനായി മോഹൻ സാർ കയറി വന്നതും അനു അവളുടെ കയ്യിൽ ചെറുതായി ഒന്ന് തട്ടുകൊടുത്തു. തനിക്ക് പിന്നിലായി മൂന്നാമത്തെ ബെഞ്ചിൻ്റെ അറ്റത്തിരിക്കുന്ന ഭാസ്കറിനെ ഒരു വട്ടം കൂടി അസഹ്യതയോടെ നോക്കിയിട്ട് പെണ്ണ് തൻ്റെ ബെഞ്ചിൽ തിരിഞ്ഞിരുന്നു. ഡി കൊച്ചെ, എനിക്കൊരു സംശയം. അടുത്തിരുന്ന വൈശുവിനെ തോണ്ടി വിളിച്ചുകൊണ്ട് ബാലു അത് പറയുമ്പോൾ അയാളുടെ കണ്ണ് ഇത്തിരി അകന്നു മാറി ഒറ്റയ്ക്കിരിക്കുന്ന ആ ചെറുപ്പക്കാരനിലായിരുന്നു. എന്താ ബാലു? അവൾ ചോദ്യത്തോടെ അയാളെ നോക്കി. പെണ്ണിൻ്റെ അതേ ചോദ്യം തന്നെയായിരുന്നു അവൾക്കരികിലിരുന്ന നിർമ്മലിൻ്റെയും ജോബിൻ്റെയും മുഖത്തും. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിപ്പും കഴിഞ്ഞ് കോളേജ് ക്യാമ്പസിലുള്ള ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന സിമൻറ്റ് തറയിൽ കയറിയിരുന്നു സ്വറ പറഞ്ഞിരിക്കുകയായിരുന്നവർ. ആ ചെക്കന് നിന്നോടൊരു ക്രഷ് ഉണ്ടെന്ന് തോന്നുന്നു. ബാലുവിൻ്റെ നോട്ടം പോയിടത്തേക്ക് ആ മൂവരും ഒരേപോലെ നോക്കി. പക്ഷേ നോക്കിയതുപോലെ തന്നെ അവർ വിശ്വാസം വരാതെ തല തെറുതി തിരിക്കുകയും ചെയ്തിരുന്നു. ബാലു, അങ്ങേർക്കോ? നോ വേ. അവിടെ ഇരിക്കുന്ന ആളിനെ കണ്ടതും നിർമ്മലും ജോബിനും ഭാസ്കറിൻ്റെ വാക്കുകൾക്ക് ആ നിമിഷം തന്നെ തടയിട്ടു. എൻ്റെ പൊന്നു മക്കളെ, സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് പറയുക, അവൻ ഇവളെ ഒരു നോട്ടമുണ്ട്. ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേടാ മക്കളെ ഇവിടം വരെ എത്തിയത്. ബാലു തൻ്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു. ബാലു നിർത്തിക്കോ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. വൈശാഖി പെട്ടെന്ന് പരവേശത്തോടെ അയാളുടെ കയ്യിൽ കയറി പിടിച്ചു. ഏയ്, അതിനെന്താ എൻ്റെ വൈശു കൊച്ച് പേടിക്കുന്നേ? കോളേജ് ആകുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണ അല്ലേ? തിരിച്ചങ്ങനെയൊക്കെ വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നത് നമ്മളാ. ഭാസ്കരൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നാലും വേണ്ട ബാലു, ആ ചേട്ടനെക്കുറിച്ച് നമ്മളും കേട്ടതല്ലേ. ഈ കോളേജിൻ്റെ ചെയർമാനാണ്. അതുമാത്രമല്ല ഇവിടുത്തെ ഓൾ ആൻഡ് ഓൾ ആണ്. തനി ഒറ്റയാൻ. എൻ്റെ പൊന്നോ, കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ബുള്ളറ്റിന് മുകളിൽ കയറി കിടക്കുന്ന സിദ്ധാർത്ഥിൻ്റെ നേർക്ക് കണ്ണുകൾ പായിക്കുമ്പോൾ കോളേജിൽ വന്ന ആദ്യത്തെ ദിവസം റാഗിങ്ങിൻ്റെ പേരിൽ അവന് പൂ കൊടുത്ത സംഭവമാണ് അവൾക്കപ്പോൾ ഓർമ്മ വന്നത്. അത് കളഞ്ഞേക്ക് വച്ചേ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പേടിയും ഭയവും വേണ്ട. പെണ്ണിൻ്റെ പേടിയും തുള്ളലും കണ്ടപ്പോൾ ബാലു തന്നെ ആ ടോപ്പിക്ക് അവസാനിപ്പിച്ചു. പെട്ടെന്നാണ് വൈശാഖിയുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ ആൽത്തറയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് ജീനിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് അതിൻ്റെ സ്ക്രീനിലേക്ക് ഉറ്റുനോക്കി. ഡോക്ടർ നന്ദിത കോളിംഗ്. ട്രൂ കോളറിൽ വരുന്ന പേര് കണ്ടതും പെണ്ണിൻ്റെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു. പെണ്ണിൻ്റെ കണ്ണുകളിൽ ഒരു പേടി നിറഞ്ഞു. ഹൃദയം ഉച്ചത്തിൽ മിടിക്കുന്നത് അവൾക്ക് തന്നെ കേൾക്കുവാനായി കഴിഞ്ഞു. വൈശു വെപ്രാളത്തോടെ ഉമ്മിനീര് വിഴുങ്ങിപ്പോയി. ഫോൺ കയ്യിലിരുന്ന് വിറച്ചു തുടങ്ങി. ആരാ മോളെ? അവളുടെ ഫോണിൽ നോക്കിയുള്ള ആ നിൽപ്പ് പന്തിയല്ലെന്ന് കണ്ടതും ബാലു നെറ്റിച്ചൊളിച്ചു. അത് അമ്മയാ. പെണ്ണിൻ്റെ ശബ്ദം പേടി കൊണ്ട് പതുങ്ങിപ്പോയി. എടുത്ത് സംസാരിക്ക, ബാലു പൊടുന്നനെ പറഞ്ഞു. എങ്കിലും വൈശുവിൻ്റെ കഥകൾ അറിയാമായിരുന്ന അയാളിൽ അവളെക്കുറിച്ച് ഓർത്തുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു താനും. അവൾ കോൾ എടുക്കുവാനായി തുടങ്ങിയതും അത് കട്ടായി പോയിരുന്നു. നിന്നുപോയ ഫോൺ ഒരു നിമിഷത്തേക്ക് മാത്രമാണ് അവളിൽ ആശ്വാസം നിറച്ചത്. അടുത്ത നിമിഷം തന്നെ അവരുടെ അടുത്ത കോളും അവളെ തേടി ചെന്നിരുന്നു. എടുക്ക്, എത്തിട്ട് എന്താ പറയുന്നതെന്ന് കേക്ക്. ഇത്തവണ ബാലുവിൻ്റെ ശബ്ദത്തിൽ പതറിച്ച നിറഞ്ഞു. ഇനിയും വൈശാഖി വേഗനിക്കും എന്ന സങ്കടത്താൽ. വിറയ്ക്കുന്ന വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു. എന്നിട്ടത് ചെവിയോരം ചേർത്ത് പിടിച്ചു. എവിടെ പോയി കിടക്കുമായിരുന്നടി നാശം പിടിച്ചതേ നീ? ഹലോ എന്നവൾ പറയുന്നതിന് മുൻപേ തന്നെ നന്ദിതയുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം അവളുടെ കാതിൽ ഒരു മുഴക്കത്തോടെ പതിഞ്ഞു. ഞാൻ ലഞ്ച് കഴിച്ചിട്ട്. അവൾക്ക് ബാക്കി പറയുവാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ പെണ്ണിൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു വിങ്ങൽ പുറത്തേക്ക് വന്നിരുന്നു. നീ എന്ത് വേണേലും ചെയ്യേ, പക്ഷേ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുത്തോണം. അറിയാലോ എൻ്റെ സ്വഭാവം നിനക്ക്. അല്ലെങ്കിൽ ആ പട്ടിക്കാട്ടിലുള്ള നിൻ്റെ പഠിത്തം ഞാനങ്ങ് നിർത്തും. അവർ ഫോണിലൂടെ അലറുകയായിരുന്നു. ഉവ്വ്. കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരിനെ പോലും പുറത്തേക്ക് ഒഴുക്കി വിടുവാൻ തയ്യാറാവാതെ അവൾ തൻ്റെ സങ്കടത്തെ ചുണ്ടുകൾക്കിടയിൽ കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു.
നീ ഇപ്പോൾ പി ജിയിലല്ലാന്ന് ഞാൻ അറിഞ്ഞു, ശരിയാണോ? അടുത്ത ചോദ്യം അവളെ തേടി ചെന്നിരുന്നു. ഉവ്വ്, ഞാൻ പേയിങ് ഗസ്റ്റായിട്ട് ഒരു വീട്ടിൽ നിൽക്കുക അമ്മേ. അവൾ പേടിയോടെ വാക്കുകൾ മുറിച്ചു പറഞ്ഞു. നിന്റെ അമ്മൂമ്മയുടെ ഇടപാടല്ലേ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നന്ദിത വെറുപ്പോടെ മുഖം കോട്ടുന്നത് വൈശാഖി മനസ്സിൽ കണ്ടു. ഇത്തവണ വൈശു മറുപടിയൊന്നും നൽകിയില്ല. പകരം ബാലുവിനെയും കൂട്ടരെയും ഒന്ന് നോക്കിയിട്ട് അവൾ ഇത്തിരി അകന്നു മാറി നടന്നു. കാരണം അവരുടെ മുൻപിൽ നിന്നും സ്വന്തം അമ്മയോട് സംസാരിക്കുവാൻ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ചിലപ്പോൾ താൻ കരഞ്ഞു പോയാലോ? തൻ്റെ കൂട്ടുകാർക്ക് അത് കണ്ടാൽ വിഷമമാകും. അതുകൊണ്ട് തന്നെയാണ് പെണ്ണ് നേരെ മുന്നോട്ടേക്ക് നടന്നത് തന്നെ. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, കണ്ട വീടുകളിലൊക്കെ പേയിങ് ഗസ്റ്റ് ആണെന്നും പറഞ്ഞ് നിൽക്കുന്നത് കൊള്ളാം. അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ ബാക്കി ഞാൻ കാണിച്ചു തരാം. അവർ അലറി. ഉവ്വ്. കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി ഇറങ്ങുന്നെന്ന് മനസ്സിലായതും വൈശാഖി മുന്നിൽ കാണുന്ന വഴിയിലൂടെ വേഗത്തിൽ ഓടി. ഒടുവിൽ പാഞ്ഞു ചെന്ന് തിന്നത് ക്യാമ്പസിൽ നിന്നും ഇത്തിരി അകന്നു മാറി നിൽക്കുന്ന കോളേജിൻ്റെ തന്നെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്തിന് മുൻപിലായിരുന്നു. നിനക്ക് ഈ മാസം തരാനുള്ള കാശ് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ വിളിച്ച് ശല്യം ചെയ്തു പോകരുത്. അത്രയും മാത്രമേ വൈശു അപ്പുറത്തു നിന്നും കേട്ടുള്ളൂ. പിന്നീട് അവൾ കേട്ടത് കോള് ഡിസ്കണക്റ്റ് ആവുന്നതിൻ്റെ ബീപ്പ് ശബ്ദമായിരുന്നു. അമ്മ. നിന്നു പോയ കോളിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ പൊട്ടി കരഞ്ഞു. പെറ്റ തള്ളയാണ് സ്വന്തം മകളെ വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്നുള്ള ചിന്ത പോലും അവളുടെ സങ്കടത്തിന് ആക്കം കൂട്ടി. പക്ഷേ അവളെ പിന്തുടർന്ന് അവിടേക്ക് വന്ന ബാലുവിനും കൂട്ടർക്കും പെണ്ണിൻ്റെ കരച്ചിൽ കേട്ടതും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പൊടുന്നനെ ഒരു നിമിഷം പോലും ആലസ്യം ചെയ്യാതെ ബാലു ഓടിപ്പോയി വൈശുവിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കരയല്ലേ മോളെ. അവളുടെ കണ്ണുനീർ കണ്ടതും അയാളുടെ കണ്ണുകളും നീറിയിരുന്നു. സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുകയും വേണം. അപ്പോൾ അടുത്ത ഭാഗവുമായി നാളെ വരാം കേട്ടോ.